കൊച്ചിയിലെ കനത്ത മഴയിൽ റോഡ് ഇടിഞ്ഞു. ചെമ്പുമുക്കിൽ നിന്നും അട്ടിപ്പേറ്റി നഗറിലേക്ക് പോകുന്ന റോഡാണ് ഇടിഞ്ഞത്. 2 മാസങ്ങൾക്ക് മുൻപാണ് റോഡിന്റെ പണി പൂർത്തീകരിച്ചത്. ഇന്ന് രാവിലെയാണ് തൃക്കാക്കര കൊച്ചി നഗരസഭ അതിർത്തിയോട് ചേർന്നുള്ള ചെമ്പുമുക്ക് അട്ടിപ്പേറ്റി റോഡ് തകർന്നു വീണത്. 5 അടിയോളം താഴ്ചയിലേക്കാണ് റോഡ് ഇടിഞ്ഞത്. പുലർച്ചെ ആയതിനാൽ ആളപായമില്ല. റോഡ് ആദ്യം ചെറുതായിട്ട് ടൈലിന്റെ ഇടയിൽ നിന്ന് മണ്ണ് പോയിട്ടുണ്ടായിരുന്നു മഴയത്ത്. പിന്നെ ഇപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. അപ്പം വെള്ളം ഒഴുകി പോകാത്തതിൻ്റെ പ്രശ്നം അങ്ങനെ അടിയിൽ കൂടി മണ്ണ് ഊർന്നു പോയിട്ടുണ്ട് കൽകെട്ടിൻ്റെ ഇടയിൽ കൂടി. അപ്പം അങ്ങനെ പറ്റിയേക്കുന്നത്. വേറെ വാഹനങ്ങളൊക്കെ ഓടാത്തൊരു സമയമായതുകൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ളൊരു അപകടം ഉണ്ടായാണ്. സ്കൂൾ ബസ്സൊക്കെ പോണ സ്ഥലമുണ്ട്. 2 മാസങ്ങൾക്ക് മുൻപ് കൊച്ചി നഗരസഭ 35 ലക്ഷം രൂപ മുടക്കി നവീകരിച്ച റോഡാണിത്. കനത്ത മഴയിൽ ചെമ്പുമുക്ക് പള്ളി കോമ്പൗണ്ടിന്റെ സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞു താഴ്ന്നു. ഇടപ്പള്ളി തോടിന്റെ ഭാഗമാണ് അട്ടിപ്പേറ്റി നഗർ. കഴിഞ്ഞ ദിവസം ഇടപ്പള്ളി റോഡ് ശുചീകരണത്തിന് ശേഷം ഇവിടുത്തെ ചെളി നീക്കം ചെയ്തിരുന്നു. ശുചീകരണത്തിനിടെ തോടിന്റെ ഒരു ഭാഗത്ത് നിന്ന് വെള്ളം ചോർന്ന് റോഡിന്റെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് വാർഡ് കൗൺസിലർ പറയുന്നത്. 2-3 മാസമായിട്ടുള്ള നമ്മൾ ഈ റോഡ് പണിതിട്ട് ഈ പണിയെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ ഈ പണിതേന് ഒരു കംപ്ലൈൻറ്റ് നമുക്ക് സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇപ്പുറത്തെ സൈഡിലുള്ള പള്ളി കോമ്പൗണ്ട് വരുന്ന മതിലിടിഞ്ഞു പോയി. കാരണം കഴിഞ്ഞ ദിവസം എടപ്പള്ളിത്തോട് ക്ലീൻ ചെയ്തപ്പോൾ ആ ചെളിയെല്ലാം കോരിയപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി എങ്ങനെയോ വെള്ളം ഊതി അപ്പുറത്തേക്ക് പോയി, മണ്ണ് പോയി. അങ്ങനെ പോയാണ് ഈ സാധനം ഇത്ര ഇടിയാൻ കാരണം. ഈ ഭാഗം ഇടിഞ്ഞേക്കണത്. അസിസിയ സ്കൂൾ ഉൾപ്പെടെ നിരവധി വിദ്യാലയങ്ങളിലേക്കുള്ള റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, കൊച്ചി.